ഹലോ മക്കളെ, കുഞ്ഞുമക്കളെ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വർണ്ണന അല്ലേ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആവർത്തിച്ചു വന്ന ഒരു ചോദ്യമാണ് വർണ്ണന തയ്യാറാക്കുക എന്നുള്ളത്. വർണ്ണന തയ്യാറാക്കുക എന്ന ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് എങ്ങനെ എഴുതാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. എന്താണ് കാണാൻ പോകുന്നത്? വർണ്ണന എങ്ങനെ തയ്യാറാക്കാം. നോക്കിയാലോ, നോക്കൂ, നിങ്ങൾ തന്നിരിക്കുന്ന പാഠഭാഗത്തെക്കുറിച്ചുള്ള സൂചനയുണ്ടാവണം. നമുക്ക് പാരഗ്രാഫ് തിരിച്ചാണ് പലപ്പോഴും വർണ്ണന തയ്യാറാക്കുക. അപ്പോൾ ഏതെങ്കിലും ഒന്നിനെക്കുറിച്ച് വർണ്ണന തയ്യാറാക്കാൻ പാഠപുസ്തകത്തിൽ തന്നെ അതുപോലെ ചോദ്യം വന്നിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർണ്ണന തയ്യാറാക്കാവുന്ന ഏത് പാഠത്തു നിന്നാണ് വന്നത് എന്നുള്ളത് ആദ്യം എഴുതുക. ആ പാഠഭാഗത്തെ കുറിച്ചും എഴുത്തുകാരനെ കുറിച്ചും ഒക്കെയുള്ളൊരു സൂചന ആദ്യത്തെ പാരഗ്രാഫിൽ എഴുതാൻ ശ്രമിക്കുക. മനസ്സിലായോ? പിന്നെയാണ് എന്ത് ചെയ്യേണ്ടത്? അടുത്ത ഖണ്ഡിക എന്ന് പറഞ്ഞാൽ എന്താ? പാരഗ്രാഫാണ് കേട്ടോ. അടുത്ത ഖണ്ഡികയിൽ വർണ്ണന തുടങ്ങേണ്ടതുണ്ട്. വർണ്ണന തുടങ്ങുമ്പോൾ മികവുറ്റ ഭാഷയിലാണ് നമ്മൾ എഴുതേണ്ടത് മക്കളെ. ഏറ്റവും നല്ല ഭാഷാ പ്രയോഗത്തിലൂടെ വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ഒരു വർണ്ണന തയ്യാറാക്കാൻ. അപ്പം ആദ്യം നിങ്ങൾ ഇൻട്രൊഡക്ഷനായിട്ട് എഴുത്തുകാരനെക്കുറിച്ചും കൃതിയെക്കുറിച്ചുമുള്ള ഒരു ചെറിയ സൂചന എഴുതുക. അതൊരു പാരഗ്രാഫ് 5-6 വാക്യങ്ങളുള്ള ചെറിയൊരു പാരഗ്രാഫ് എഴുതുക. അതിനുശേഷം എന്താണോ വർണ്ണിക്കേണ്ടത് അതിൻ്റെ വർണ്ണന തയ്യാറാക്കുക. അതിനുശേഷം മികവുറ്റ ഭാഷയിൽ അത് ആണോ എഴുതിയതെന്ന് നോക്കുക. ഓക്കെ, അപ്പം നമുക്കൊരു വർണ്ണന വായിക്കാം അല്ലേ. ഒരു ഉദാഹരണം നോക്കൂ. ഇത് നോക്കൂ, ഇത് കേരളത്തിൻ്റെ ഒരു ചിത്രമാണ്. നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് കേരളത്തിൻ്റെ ഒരു ചിത്രമാണ് അല്ലേ. കേരളത്തിൻ്റെ ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത്. ആ ചിത്രത്തെക്കുറിച്ചുള്ള വർണ്ണനയാണ് നമ്മൾ കാണാൻ പോകുന്നത്. സഞ്ചാരികളുടെ പറുദീസയായി അറിയപ്പെടുന്ന കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി അവർണ്ണനീയമാണ്. പച്ചയാം വിരിപ്പിട്ട സഖ്യനിൽ തലവെച്ചും സ്വച്ഛ ബാധി മണൽ തിട്ടാം പാദോപധാനം പൂണ്ടും നിദ്ര ചെയ്യുന്ന കേരളം കവികൾക്കും കലാകാരന്മാർക്കും ആവിഷ്കാര വിഷയമായിരുന്നു അല്ലേ. എത്രയോ പാട്ടുകളിൽ തന്നെ കേട്ടില്ല, കേരളം കേരളം കേളി കൊട്ടുണരുന്ന കേരളം. ഇഷ്ടം പോലെ അല്ലേ. കേരനിരകളാടും നല്ല കേട്ടില്ലേ പാട്ടുകളൊക്കെ. പാട്ടുകളും കവിതകളും ഒക്കെ കേരളം എപ്പോഴും ആവിഷ്കാരത്തിന് വിഷയമായി മാറാറുണ്ട്. ഭാർഗവ ക്ഷേത്രമായി അറിയപ്പെടുന്ന ഈ നാടിൻ്റെ പ്രകൃതി രമണീയത അന്യ നാട്ടുകാർക്കും ആകർഷണീയത ജനിപ്പിക്കുന്നതാണ്. കേരളത്തിലെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും എല്ലാം ആ പ്രകൃതി രമണീയതയ്ക്ക് മാറ്റുകൂട്ടുന്നു. കേരവൃക്ഷങ്ങളുടെ നാടായ കേരളത്തിൽ മറ്റു വൃക്ഷലതാദികളും സുലഭമായി കാണപ്പെടുന്നു. സമൃദ്ധമായ ജലം വഹിച്ചു കൊണ്ടൊഴുകുന്ന പുഴകളും തോടുകളും വിശാലമായ കായലുകളും ജലസേചന പദ്ധതികളും എത്ര ഇമ്പമാർന്ന കാഴ്ചകളാണ്. കണ്ടോ നിങ്ങൾ? അതിലുപയോഗിച്ചിരിക്കുന്ന ഭാഷ, മികവുറ്റ ഭാഷ ഉപയോഗിക്കണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അത് തന്നെ ഇതൊന്ന് വായിച്ച് നോക്കുമ്പോൾ മക്കൾക്ക് മനസ്സിലാവും. ജലസമൃദ്ധി കൊണ്ട് ഇത്രയേറെ അനുഗ്രഹിക്കപ്പെട്ട നാടില്ല എന്ന് തന്നെ പറയാം. മഴക്കാലത്തെ ഇന്ദ്രജാലം കേരളത്തിലെ ജലാശയങ്ങളെല്ലാം ജീവനുറ്റതാക്കുന്നു. ഭാരതപ്പുഴ, പമ്പ തുടങ്ങിയ നദികൾ ചരിത്ര പ്രാധാന്യമുള്ളവയാണ്. ഇടുക്കി, പള്ളിവാസൽ, നെയ്യാർ, മലമ്പുഴ തുടങ്ങിയ ജലസംഭരണികൾ എക്കാലത്തും സന്ദർശകരുടെ പറുദീസ തന്നെയാണ്. പറുദീസ സ്വർഗമാണ് ശരിക്കും കേട്ടോ. പിന്നെ പച്ചപ്പട്ടാർന്ന ഹരിതവനങ്ങൾ ഏറെ പ്രകീർത്തിക്കപ്പെടേണ്ടവയാണ്. ഈട്ടി, തേക്ക് തുടങ്ങിയ വിലയേറിയ വൃക്ഷങ്ങൾ കൊണ്ട് നിറഞ്ഞ വനങ്ങൾ നമുക്ക് ധാരാളമുണ്ട്. വനത്തിൽ ആന, സിംഹം തുടങ്ങിയ ജീവികളും വിഹരിക്കുന്നുണ്ട്. വയനാട്ടിലുള്ള നിശബ്ദ താഴ്വര അപൂർവ ജന്തുക്കളുടെയും അപൂർവ സസ്യങ്ങളുടെയും ഒരു കലവറ തന്നെയാണ്. തേക്കടിയിലെ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം എടുത്തു പറയേണ്ട ഒരു സഞ്ചാര കേന്ദ്രമാണ്. നെയ്യാർ ഡാമിലും ചെറിയ തോതിൽ മൃഗങ്ങളെ സംരക്ഷിച്ചു വളർത്തുന്നു. കടലും കരയും തമ്മിൽ സമന്വയിക്കുന്ന കോവളം കടപ്പുറം സഞ്ചാരികൾക്ക് മറ്റൊരു ആകർഷണ കേന്ദ്രമാണ്. കണ്ട മക്കളെ, കേരളത്തിൻ്റെ കൃത്യമായ ചരിത്ര പ്രകൃതി എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ളൊരു വർണ്ണനയാണിത്. അതുപോലെ തന്നെ പല പുണ്യസ്ഥലങ്ങളും നമുക്കുണ്ട്. ആത്മീയതയുടെ പരിപാവനത കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവ നിലകൊള്ളുന്നു. വർക്കലയിലുള്ള ശിവഗിരി, അരുവിപ്പുറം, ശബരിമല തുടങ്ങിയ പുണ്യസങ്കേതങ്ങൾ പ്രകൃതി രമണീയത കൊണ്ടും ആത്മീയ ശക്തി കൊണ്ടും അനുഗ്രഹീതങ്ങളാണ്. കളകളമൊഴുകുന്ന അരുവികളിലും വൃക്ഷലതാദികളാലും പക്ഷികളാലും അവിടെ ഒരു സ്വർഗീയമായ അന്തരീക്ഷമാണുള്ളത്. കേരളത്തിൻ്റെ കിഴക്ക് കിടക്കുന്ന സഹ്യപർവ്വത നിരകൾ അതിമനോഹരം തന്നെ.
അതുപോലെ തന്നെ എത്രയോ മലയടിവാരങ്ങളും മൈതാനങ്ങളും പച്ചപ്പുൽമേടുകളുമാണ് കേരളത്തിലുള്ളത്. നമ്മുടെ സമുദ്ര തീരപ്രദേശങ്ങളും അതുപോലെ തന്നെ വശ്യതയാർന്നതാണ്. മാറി മാറി വരുന്ന ഋതുക്കൾ കേരളത്തിൻ്റെ രൂപഭാവങ്ങൾക്ക് മാറ്റം വരുത്തുന്നു. കാർത്തികയിലെ ചൂടും തിരുവാതിരയിലെ കുളിർമയും നമുക്ക് പ്രിയങ്കരം തന്നെ. കണ്ടോ, ഇതൊരു വർണ്ണനയാണ് മക്കളെ. കൃത്യമായി പാരഗ്രാഫ് തിരിച്ച് അതിമനോഹരമായി തന്നെ തീർത്തിരിക്കുന്ന ഒന്നാണ് ഈ വർണ്ണന. അപ്പം വർണ്ണന തയ്യാറാക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന് മനസ്സിലായോ? അപ്പോൾ ഒരു ഉദാഹരണമാണ് തന്നത്. ഇതുപോലെ വർണ്ണന തയ്യാറാക്കാൻ പറഞ്ഞാൽ എൻ്റെ കുഞ്ഞു മക്കളെ ഇതുപോലെയാണ് എഴുതേണ്ടത്. ഓക്കെ ആണോ മക്കളെ? ഓക്കെ ആണോ? എങ്കിൽ അടുത്ത വീഡിയോ കാണും വരെ വണക്കം.